സർ, വനഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട ചട്ടം വളരെ പ്രത്യേകതയുള്ളതാണ്. 1977 മുമ്പ് ഭൂമിയിൽ കുടിയേറിയ ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ 960 ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ചട്ടം 1993 ഇതനുസരിച്ച് അതിന്റെ പുതിയ സാഹചര്യം അനുസരിച്ച് നേരത്തെ ഒരു അപേക്ഷ കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ പ്രത്യേകമായി സർവേ നടത്തണം, ടോപ്പോ ഷീറ്റിലേക്ക് രേഖപ്പെടുത്തണം, പരിവേഷ് പോർട്ടൽ എൻ്റർ ചെയ്യണം, എന്നിട്ട് 93 ചട്ടപ്രകാരം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഇപ്പോൾ പുറത്തിറക്കിയ നിയമപ്രകാരം പറയുന്ന ഒരു പുതിയ കാര്യം, നിയമപ്രകാരമല്ല അവരുടെ നിർദ്ദേശപ്രകാരം പറയുന്ന ഒരു കാര്യം, ഒരു ജില്ല ആസ് ഡിസ്ട്രിക്ട് ആസ് എ യൂണിറ്റ് എന്ന വിധത്തിൽ ഒരുമിച്ച് എൻ്റർ ചെയ്യണം എന്ന വിധത്തിലാണ്. എന്തായാലും കേരളത്തിന് ഇതിനകം അനുമതി ലഭ്യമായ 4327.455 ഹെക്ടർ 11,486 പേർക്കായി നമ്മൾ ഇതിനകം വീതിച്ച് നൽകിയിട്ടുണ്ട്. പുതിയതായി പരിവേഷ് പോർട്ടലിൽ 8430 അപേക്ഷകൾ 2499 ഹെക്ടർ വരുന്ന 8430 ഹെക്ടർ നമ്മൾ പരിവേഷ് പോർട്ടൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പത്തനംതിട്ട ജില്ലയിൽ 1969 ഹെക്ടർ ഭൂമി 6418 പേർക്കായി കൊടുക്കണമെന്ന് കാണിച്ചുകൊണ്ട് വനം വകുപ്പിന്റെ NOCയോട് കൂടി പരിവേഷ് പോർട്ടൽ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനും ഞാനും ചേർന്ന് ഈ വരുന്ന 7-ാം തീയതി കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ തുടർ ചർച്ചകൾ നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പും തുടർച്ചയായി ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടെ അനുവദിച്ച് തന്നാൽ ഏറ്റവും പെട്ടെന്ന് കൊടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.